ഹായ്, ഞാൻ ഡോക്ടർ ആഷ്ന. ഡോക്ടർ ആഷ്നാസ് വെൽനസ് ക്ലിനിക്, കൂത്തുപറമ്പ, കണ്ണൂർ. നമ്മളിൽ ഒരുവിധം ആളുകളും ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ തോതിലെങ്കിലും പഞ്ചസാര ഉൾപ്പെടുത്താറുണ്ട്. ചിലർ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം സ്വീറ്റ് എടുത്ത് കഴിക്കും, അതൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. ചിലരാണെങ്കിലേ ഈ ചായ കാപ്പിയൊക്കെ കഴിക്കുമ്പോൾ നല്ലപോലെ പഞ്ചസാര ആഡ് ചെയ്തിട്ട് കഴിക്കും, നല്ല മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. അതൊരു അഡിക്ഷൻ പോലെ. നമുക്കറിയാം, നമ്മൾ ദിവസവും പഞ്ചസാര കഴിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല, ഒത്തിരി അധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ ദിവസവും പഞ്ചസാര ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഭാവിയിൽ ഷുഗർ ഉണ്ടാവാം, പ്രഷറിന്റെ പ്രശ്നം ഉണ്ടാവാം, കൊളസ്ട്രോൾ ഉണ്ടാവാം, ഫാറ്റി ലിവറിന്റെ പ്രശ്നം ഉണ്ടാകും, അമിത ഭാരത്തിന്റെ പ്രശ്നം ഉണ്ടാവാം, കുടവയറുണ്ടാകാം, പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ PCOD പ്രശ്നം ഉണ്ടാവാം. കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുനാൾ തൊട്ടേ പഞ്ചസാര കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ല് പ്രശ്നങ്ങൾ കാണാൻ തുടങ്ങും. അതുപോലെ പല്ലൊക്കെ പെട്ടെന്ന് ദ്രവിച്ചു തുടങ്ങാൻ തുടങ്ങും, പല്ലിന്റെ കളറൊക്കെ മാറാൻ തുടങ്ങും. പിന്നെ നമുക്ക് സ്കിന്നിലും അങ്ങനെയുള്ള പലവിധ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പഞ്ചസാരയുടെ ഉപയോഗം കാരണം ശരീരത്തിൽ കാണിക്കും. ഈ പഞ്ചസാര എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് ഇത് നമ്മൾ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡൈജഷൻ ആകും. പെട്ടെന്ന് ഡൈജഷൻ ആവുന്നതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് നമ്മുടെ ബ്ലഡിൽ ഇത് ഷുഗർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ പഞ്ചസാര കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് പഞ്ചസാര ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഷുഗറായി മാറുന്നുണ്ടെങ്കിൽ, ശരീരത്തിൽ ചില ലക്ഷണങ്ങളായിട്ട് നമുക്ക് സൂചിപ്പിച്ചു തരും. അതായത് ഈ പഞ്ചസാരയുടെ ഉപയോഗം കൂടുതലാകുമ്പോൾ നമ്മുടെ സ്കിന്നില് കൊലാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ കൊലാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ് സ്കിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കൊലാജൻ ബോഡിയിൽ കുറയാൻ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് സ്കിന്ന് ഡ്രൈ ആവാൻ തുടങ്ങും, ലൂസായി ആ സ്കിന്നിന്റെ ടെക്സ്ചർ മാറി അതൊക്കെ ഒരു ലൂസായ ഒരു ടൈപ്പായിട്ട് മാറും. അതുപോലെ പെട്ടെന്ന് ചുളിവ് വരും, പ്രായം കൂടുതലായിട്ട് തോന്നിപ്പിക്കാൻ തുടങ്ങും. അതാണ് നമ്മൾ ഈ പഞ്ചസാര കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സ്കിന്നിൽ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മോണ ഒരു ചുവപ്പ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളറായിട്ട് മാറും. കാരണം ഈ പഞ്ചസാര കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോഴേ നമ്മുടെ വിറ്റാമിൻ സി ബോഡിയിൽ ബ്ലോക്ക് ആവാൻ തുടങ്ങും. അപ്പൊ ഈ വിറ്റാമിൻ സിയുടെ കുറവ് കാരണമാണ് ഈ മോണ കൂടുതലും റെഡ് അല്ലെങ്കിൽ കൂടുതൽ പിങ്ക് ആയിട്ട് മാറാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് മോണ പഴുപ്പ് ഉണ്ടാവാൻ തുടങ്ങും, അത് പിന്നീട് പല്ലുകളെ ബാധിക്കാൻ തുടങ്ങും. പിന്നെ വരുന്നത് നമ്മുടെ നാവാണ്. ഈ ചിലവര് ഈ പഞ്ചസാര ഉപയോഗിക്കുന്നവരുടെ നാവ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഈ നാവിൽ ഒരു വെള്ള പോലത്തെ ഒരു പാട കാണാൻ പറ്റും, വൈറ്റ് കോട്ടിംഗ് പോലെ നാവിൽ കാണാനുണ്ടാവും. അത് ഈ കാൻഡിഡ് എന്ന് പറയുന്ന ഒരു ഫംഗസ് ഇങ്ങനെ ഓവറായിട്ട് വളരുന്നത് കൊണ്ടാണ്. പഞ്ചസാര കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന കുറച്ച് ഫംഗസ് ഉണ്ട്. ഈ ഫംഗസിനെ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഫംഗസ് പിന്നീട് വളരാൻ തുടങ്ങും. അപ്പോൾ ഷുഗർ കൂടുമ്പോൾ ഈ ഫംഗസ് കൂടും. ഈ ഫംഗസ് നമ്മുടെ നാവിലൊരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ വെള്ള പോലത്തെ ഒരു പാട ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഈ പാട മാറണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് ഭക്ഷണത്തിൽ പഞ്ചസാര എല്ലാ രീതിയിലും കഴിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ വരുന്ന വേറൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് സൈനസിൽ വരുന്നത്. എസ്പെർഗിലസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് ഇവിടെ ഇതുപോലെ കൂടുതലായിട്ട് പഞ്ചസാര കഴിക്കുമ്പോൾ ഇത് വളരാൻ തുടങ്ങും. അത് കാരണം നമുക്ക് ഇടയ്ക്കിടെ സൈനസിന്റെ പ്രശ്നങ്ങൾ വരും, സൈനസൈറ്റിസ് വരും, ഇവിടെയൊക്കെ തൊട്ടഴിഞ്ഞ വേദന വരും, കണ്ണിന് ചുറ്റും ഹെഡിലൊക്കെ ആയിട്ട് തലവേദന ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ളവർ, ഇടയ്ക്കിടെ സൈനസ് ഇൻഫെക്ഷൻ ഉള്ളവർ ഈ പഞ്ചസാരയുടെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നത്തെ പ്രശ്നമാണ് നമുക്ക് മസിൽ മാസ് നഷ്ടപ്പെടുക. അതായത് ഈ കുറേ പഞ്ചസാര കഴിക്കുമ്പോഴേ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, അത് ബോഡിയിൽ താനെ കുറയാൻ തുടങ്ങും. അതൊരു മെയിൽ ഹോർമോണാണ്. ഇത് കുറയുമ്പോഴേ നമുക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. അതുപോലെ മസിൽ മാസ് ബോഡിയിൽ ഉണ്ടാവുന്നത് കുറയാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ, ചിലര് എൻ്റെ മസിൽസ് ഒന്നും ഒരു എന്താ പറയുക ആകെ ടയേർഡായ പോലെ, വീക്കായ പോലെ, കാണാനൊട്ട് ഒരു പുഷ്ടിയില്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ പഞ്ചസാര കഴിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഭക്ഷണത്തിൽ ഇത് കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഇടയ്ക്കിടെ ഇവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് പഞ്ചസാരയുടെ ഉപയോഗം നമുക്ക് അമിതമായിട്ട് നമ്മുടെ പ്രതിരോധ കോശങ്ങളെ ബാധിക്കുമ്പം പ്രതിരോധം കുറയുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തുണ്ടാകും, ഇടയ്ക്കിടെ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരും. കുഞ്ഞുങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇടയ്ക്കിടെ അവർക്ക് ഈ ഇൻഫെക്ഷൻ വരുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അതായത് ഈ കുഞ്ഞുങ്ങൾ ഭൂരിഭാഗം കുട്ടികൾക്കും നമ്മൾ പഞ്ചസാര ചെറിയ തോതിലെങ്കിലും കൊടുക്കുന്നുണ്ടാവും. ചിലപ്പം ചോക്ലേറ്റ് ആയിരിക്കും, ഐസ്ക്രീം ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോമിലായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇടയ്ക്കിടെ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഫേസ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് പഞ്ചസാര കൊടുക്കുന്നത് എല്ലാ രീതിയിലും മാക്സിമം ഒഴിവാക്കുക. ചിലപ്പോൾ അവർ നിർബന്ധം കാണിക്കും, പക്ഷെ എന്നാലും നമ്മൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ബോഡിയിൽ പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഇത് സൂചനയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സൂചനകൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഞ്ചസാര കഴിക്കുന്നത്
പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എല്ലാ രീതിയിലും. പഞ്ചസാര എന്ന് പറയുന്നത് ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒന്നാണ്. പക്ഷെ വല്ലപ്പോഴും കഴിക്കുന്നത് കുഴപ്പമില്ല. സ്ഥിരമായിട്ടുള്ള പഞ്ചസാര ഉപയോഗം ഉണ്ടെങ്കിൽ നിങ്ങളത് പൂർണ്ണമായിട്ടും ഭക്ഷണത്തിൽ ഒഴിവാക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ ഉണ്ടാവുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.